തിരൂരത്തെ DYSP ഓഫീസിലേക്ക് DYSP വിളിപ്പിച്ചിട്ട് പോയാൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാര് DYSPയുടെ മുമ്പിലും മജിസ്ട്രേറ്റിന്റെ മുമ്പിലുമൊക്കെ പോയി നിൽക്കുന്നത് എങ്ങനെയാ? എത്ര വില്ലാളി വീരനായാലും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയിട്ട് കൂട്ടിൽ കയറി നിൽക്കുന്നത് എങ്ങനെയാ? പഞ്ചപുച്ഛമടക്കിയിട്ട് ഒരു പാവം മനുഷ്യനെ പോലാ നിൽക്കുന്നത്. മജിസ്ട്രേറ്റ് എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ തയ്യാറായിട്ടാ നിൽക്കുന്നത്. പേടിച്ചരണ്ട മാൻകുട്ടിയെ പോലെയാ നിൽക്കുന്നത്. വെറും ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ ചിന്ത മൊത്തം മജിസ്ട്രേറ്റിലേക്കാ, നിന്റെ ശ്രദ്ധ മൊത്തം മജിസ്ട്രേറ്റിലേക്കാ, നിന്റെ കൽബ് മൊത്തം മജിസ്ട്രേറ്റിലേക്കാ. DYSP ഓഫീസിൽ വിളിപ്പിച്ചിട്ട് DYSP ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മുട്ടിടിച്ചുകൊണ്ട് DYSPയുടെ മുമ്പിൽ നിന്നിട്ട് മറുപടി പറയും. നീ അവിടെ DYSPയോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, നിന്റെ ശ്രദ്ധ വേറെ അങ്ങോട്ടും പോവില്ല. നിന്റെ മുന്നിൽ മൊത്തം DYSPയാ, നിന്റെ ഉള്ളിൽ മൊത്തം DYSPയാ, വേറെ എങ്ങോട്ടും നിന്റെ ചിന്ത പോകൂല. ഭൗതിക ലോകത്തെ ഏതാനും എണ്ണപ്പെട്ട കിലോമീറ്ററുകൾക്കുള്ളിലുള്ള അധികാരസ്ഥാനം വഹിക്കുന്നവരായതുകൊണ്ട് അവരുടെ മുമ്പിൽ ഒരു ചെറിയ പ്രദേശത്തിന്റെ അധികാരസ്ഥാനം വഹിക്കുന്നവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നീ സർവസ്വവും അവിടെ സമർപ്പിച്ചിട്ട് എല്ലാ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറഞ്ഞ് നിന്റെ ശ്രദ്ധ മൊത്തം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീ നിൽക്കുമെങ്കിൽ അനന്തവിശാലമായ ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നില്, പ്രവിശാലമായ ഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നില്, ഭൂമിയിൽ ആകാശം മുട്ട ഉയർന്നു നിന്നുകൊണ്ട് അമ്പിളിയമ്മാമനോട് തൊട്ടിരുന്നു നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതങ്ങളുടെ ഉടമയായ നിന്റെ റബ്ബിന്റെ മുന്നില്, ആ പർവ്വതങ്ങളുടെ അടിവാരത്തുകൂടി കളകളാരവം മുഴക്കിക്കൊണ്ടൊഴുകുന്ന കൊച്ചു കൊച്ചരുവികളുടെ ഉടമയായ നിന്റെ റബ്ബിന്റെ മുന്നില്, അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ ഉടമയായ നിന്റെ റബ്ബിന്റെ മുന്നില്, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കോടാനുകോടി ജീവികളുടെ ഉടമയായ നിന്റെ റബ്ബിന്റെ മുന്നില്, ഈ സമുദ്രത്തെ അത്ഭുതകരമായി ഒരിക്കൽ പോലും സമുദ്രത്തിന്റെ വെള്ളത്തിന് ദുർഗന്ധമില്ലാതെ കാത്തുരക്ഷിക്കുന്ന നിന്റെ റബ്ബിന്റെ മുന്നില്, അലറി വിളിക്കുന്ന കടലിന്റെ അഗാധതയിലേക്ക് മെല്ലെ മെല്ലെ നീ പോകുമ്പോൾ പൊന്നുമോനെ, എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ ഈ കടലിലെ വെള്ളത്തിന് എന്തുകൊണ്ട് ദുർഗന്ധം വരുന്നില്ല എന്ന്? യഥാർത്ഥത്തിൽ കടലിലെ വെള്ളം, ആ കടലിലെ വെള്ളം ഒരു വലിയതാണ്, വലുതാണ് കടലെങ്കിലും മക്കളെ, ആ കടലിൽ ചെന്ന് വീഴുന്ന ടൺകണക്കിന് മാലിന്യങ്ങളില്ലേ? എത്ര ആയിരം ശവങ്ങളാ ഒരു ദിവസം കടലിൽ വീഴുന്നത്? എത്ര ടൺ അഴുക്കാണ് ഒരു ദിവസം കടലിൽ വീഴുന്നത്? എത്ര ടൺ മാലിന്യമാണ് കടലിൽ വീഴുന്നത്? എത്ര മനുഷ്യന്റെയും മറ്റു ജീവികളുടെയും മലമാണ് കടലിൽ വീഴുന്നത്? ഇതെല്ലാം വീഴുന്ന കടലിലെ വെള്ളത്തിന് എന്തേ മക്കളെ ദുർഗന്ധമില്ല? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കടലിലെ വെള്ളത്തിന്റെ ദുർഗന്ധം മാറ്റാൻ റബ്ബ് ദുർഗന്ധം വരാതിരിക്കാൻ ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കടലിലെ വെള്ളം എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്നു, അലമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, കടലിലെ വെള്ളത്തിൽ അല്ലാഹു ഉപ്പിനെ നിക്ഷേപിച്ചിരിക്കുന്നു. നാളെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് രാത്രിയില് 2 ഭരണി എടുക്ക്. ഒരു ഭരണിക്കകത്തൊരു നെല്ലിക്കായിട്, 1-2 നെല്ലിക്ക ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു വെക്ക്. എന്നിട്ട് ആ ഭരണി നീ മൂടുക. രണ്ടാമത്തെ ഭരണിയിൽ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് മൂടുക. എന്നിട്ട് നീ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉപ്പിടാത്ത ആ ഭരണി നീ എടുത്ത് തുറന്നു നോക്കുക. അഴുകിയ നെല്ലിക്കയുടെ ദുർഗന്ധം കൊണ്ട് നിന്റെ നാസാരന്ധ്രങ്ങൾ ദുർഗന്ധം സഹിക്കാനാകാതായി പോകും. എന്നാൽ നീ ഉപ്പിട്ട് വെച്ച നെല്ലിക്കയുണ്ടല്ലോ, 2 കൊല്ലം കഴിഞ്ഞിട്ട് നീ എടുത്തു നോക്കുക. അപ്പോഴും അതിൽ നിന്ന് ആസ്വാദ്യകരമായ സുഗന്ധം വരുന്നതല്ലാതെ അതിൽ നിന്ന് ദുർഗന്ധം വരില്ല. വെള്ളത്തിൽ ഉപ്പിട്ടതിന്റെ പ്രത്യേകതയാണ് ഈ കിലോമീറ്ററുകളോളം നീണ്ട്, ചതുരശ്ര കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഈ പ്രവിശാലമായ കടലുണ്ടല്ലോ മക്കളെ, ആ കടലിൽ ഉപ്പ് നിക്ഷേപിച്ച റബ്ബുണ്ടല്ലോ മക്കളെ. ആ കടലിൽ പോകുന്ന തിരൂരുകാരനും താനൂരുകാരനും, കടലിൽ പോകുന്ന പൊന്നാനിക്കാരനും, കടലിൽ പോകുന്ന കേരളീയനും പശ്ചിമ ബംഗാളുകാരനും, കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്കും ആ കടലിലെ വെള്ളത്തിന്റെ ദുർഗന്ധമുണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയെന്താ? ആ വെള്ളത്തെ ദുർഗന്ധത്തിൽ നിന്ന് കാത്തുരക്ഷിച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടലിനെ കാക്കുന്ന റബ്ബ്, ആകാശത്തെ കാക്കുന്ന റബ്ബ്, ഭൂമിയെ കാക്കുന്ന
കാക്കുന്ന റബ്ബ്, പർവ്വതങ്ങളെ കാക്കുന്ന റബ്ബ്, ആ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ചെന്ന് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നിന്നാൽ, ആ പടച്ചവന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ മനസ്സെങ്ങനാ പൊന്നുപോലെ? കച്ചവടത്തെക്കുറിച്ച് മനസ്സിൽ ഓർമ്മ വരുന്നു, കാശ് കിട്ടാനുള്ളതിനെ കുറിച്ച് ഓർമ്മ വരുന്നു, കാശ് കൊടുക്കാനുള്ളതിനെ കുറിച്ച് ഓർമ്മ വരുന്നു, വീട്ടുകാര്യങ്ങൾ ഓർമ്മ വരുന്നു, നാട്ടുകാര്യങ്ങൾ ഓർമ്മ വരുന്നു. എങ്ങനാ റബ്ബിന്റെ മുന്നിൽ ചെന്ന് കൈനിട്ട് നിൽക്കുമ്പോൾ നിനക്ക് ഈ ഓർമ്മ വരുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ചെന്ന് കൈകെട്ടി നിൽക്കുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ശരീരത്തിലേക്ക് കഠാര കുത്തിയിറക്കിയാലും അറിയാൻ പാടില്ലാത്തതാ. കേട്ടിട്ടില്ലേ മഹാരായ അലിയാർ തങ്ങളുടെ ചരിത്രം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ദീനിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പാതയില് മഹാനായ അലിയാർ തങ്ങള് ധീരമായ സാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുദ്ധത്തിന്റെ വേളയിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ വലതുകാലിന്റെ തണ്ടയിൽ, കാൽത്തണ്ടയിൽ, അലിയാർ തങ്ങളുടെ കാൽത്തണ്ടയിൽ ഒരു വലിയ അമ്പ് വന്ന് പതിക്കുകയുണ്ടായി. അതിശക്തമായ മൂർച്ചയുള്ള അമ്പ് വന്ന് അലിയാർ തങ്ങളുടെ കാലിൽ പതിച്ചു. അലിയാർ തങ്ങളുടെ വലതുകാലിന്റെ തണ്ട കാൽത്തണ്ടയിൽ അമ്പ് കൊണ്ട് കയറിയിട്ട്, അമ്പ് തളച്ചു കയറിയിട്ട് ആ അമ്പ് വലിച്ചൂരാൻ പറ്റാത്തവസ്ഥയായി. ബഹുമാനപ്പെട്ട സഹാബാക്കള് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ കൊണ്ടുകയറിയ അമ്പ് വലിച്ചു ഇറക്കാൻ വേണ്ടി, കാലിൽ നിന്ന് എടുക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ടും കഴിയുന്നില്ല. അവസാനം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വേദനയുടെ കാഠിന്യം കൊണ്ട് സഹാബാക്കളോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നമസ്കരിക്കാൻ പോവുകയാണ്, ഞാൻ നിസ്കരിച്ചു കൊള്ളാം. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ